അദ്ദേഹത്തിന് മറുപടി പറയാറില്ല. മറുപടി ഞങ്ങളൊന്നല്ല, ആരും മറുപടി പറയേണ്ട ആവശ്യമില്ലാത്ത പ്രതികരണങ്ങളൊക്കെയാണ്. സാമൂഹ്യ അന്തരീക്ഷം മലീമസമാക്കുന്ന പ്രസ്താവനകൾ ഏറ്റുപിടിച്ചാൽ കൂടുതൽ മലീമസാവുകയുള്ളൂ. ഇന്നലെ ദുബായിൽ നിന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞത് അതുതന്നെയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയം പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ ഇങ്ങനെ സാമൂഹ്യ അന്തരീക്ഷം മലീമസമാക്കുന്ന ഒരുപാട് പ്രസ്താവനകൾ അടിക്കടി വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റുപിടിച്ചാൽ അവർക്കാണ് ലാഭം. അത് ഏറ്റുപിടിച്ച് എല്ലാവരും വർഗീയ വിഷം ചീറ്റുന്ന പ്രസ്താവനകളുമായി രംഗത്ത് വരണം എന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതാണ് ഇന്നലെ തങ്ങളും പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിനെ ഓർത്താൽ മതി. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ മതി. ഒരിക്കലും തന്നെ ഈ പറഞ്ഞതിനൊന്നും പിന്നെ യാതൊരു വിലയുണ്ടാവില്ല. കാരണം കേരളത്തിലെ ഏറ്റവും അധികം ഉയർന്നു നിൽക്കേണ്ടത് ശ്രീനാരായണ ഗുരു ഇവിടെ പ്രചരിപ്പിച്ച ആശയങ്ങളാണ്. സൗഹൃദം, അത് മതസൗഹാർദ്ദമാണ്. ജാതിയും മതവും അങ്ങനെ ഒന്നുമില്ല, മനുഷ്യനേ ഉള്ളൂ എന്ന തത്വമാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. അതിനെതിരായി ഇങ്ങനെ അടിക്കടി പ്രസ്താവനകൾ വരുമ്പോൾ അതേ മൂർച്ചയോടുകൂടി അങ്ങോട്ട് മറുപടി പറഞ്ഞാൽ സാമൂഹ്യ അന്തരീക്ഷം വല്ലാതെ വഷളാവും, മോശവും. മാത്രമല്ല അതിൻ്റെ ലാഭം ഇത്തരം പ്രസ്താവനകൾ ചെയ്യുന്നവർക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണ് പിന്നെ അവിടെ വിജയിക്കുക. അതുകൊണ്ടാണ് ഇന്നലെ സാദിഖ് അലി തങ്ങൾ ദുബായിൽ വെച്ച് പറഞ്ഞത്, ഇത് ഏറ്റുപിടിക്കാൻ ഞങ്ങളില്ല, നേരെ മറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾ കൂടുതൽ ഇവിടെ നടപ്പിലാക്കുകയാണ്, ബന്ധപ്പെട്ടവരൊക്കെ അത് ഫോളോ ചെയ്യാണ് വേണ്ടത് എന്നതിന് മറുപടിയായി പറയാൻ കാരണം അതാണ്. അതുതന്നെ പറയാനുള്ളത്.